ബോസ് മലയാളം സീസൺ 6 നിന്ന് അങ്ങനെ നമ്മുടെ ഗബ്രി ഔട്ടായിരിക്കുകയാണ്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ വോട്ടിങ്ങിൽ ഒരു മറിമായവും ഇല്ല എന്ന് തെളിയിച്ചുകൊണ്ട്, അതായത് അവരുടെ ക്രെഡിബിലിറ്റി വോട്ടിങ്ങിൽ ഒരു മറിമായവും ഞങ്ങൾ കാണിക്കുന്നില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ബിഗ് ബോസ്. എന്തായാലും നമ്മളിപ്പം പറയാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ജാസ്മിൻ ഈ ഗബ്രി പോകുന്ന സമയത്ത് കാട്ടിക്കൂട്ടിയ ചില എന്താ പറയുക ഡ്രാമ എന്ന് തന്നെ പറയാം. അവിടെ കാട്ടിക്കൂട്ടി കുറച്ച് ഡ്രാമകളെ കുറിച്ചാണ്. എന്താണ് നമുക്ക് കാണുന്ന പ്രേക്ഷകർക്ക് ഭൂരിഭാഗം ആൾക്കാർക്കും അത് കണ്ടപ്പോൾ തോന്നിയത്, അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ പുറത്തുള്ള പോകാൻ നോക്കുമ്പോഴുള്ള ഒരു സ്നേഹപ്രകടനമായിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല തോന്നിയിട്ടുള്ളത്. എനിക്ക് ഭൂരിഭാഗം പ്രേക്ഷകർക്കും അവിടെ ഇവിടെയും കമൻസും കാര്യങ്ങളും എല്ലാം വായിച്ചപ്പോഴാണെങ്കിലും ഇത് കണ്ട ഭൂരിഭാഗം ആൾക്കാരും ചിരിക്കുവാണ് ചെയ്തിട്ടുള്ളത്, ഈ കാണുന്ന എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത്. അതുകൂടാതെ ഗബ്രി അണ്ണാക്കിലടിച്ച് കൊടുക്കാന്നുള്ള രീതിയിൽ ഗബ്രി ലാലേട്ടൻ്റെ കൂടെ അവിടെ നിൽക്കുന്ന സമയത്ത് ബാക്കി എല്ലാവരെക്കുറിച്ചും പറഞ്ഞു, പക്ഷേ ജാസ്മിൻ്റെ പേര് മാത്രം പറഞ്ഞില്ല. ജാസ്മിൻ ഇങ്ങനെ റസ്മിൻ്റെ തോളിൽ ചാരി നിന്ന് അയ്യോ ഇപ്പം എൻ്റെ പേര് പറയും, ഇപ്പം എൻ്റെ പേര് പറയും, എൻ്റെ പേര് പറ ഗബ്രി എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗബ്രി മൈൻഡ് പോലും ചെയ്തില്ല, ബാക്കി എല്ലാവരുടെയും പേര് എടുത്തെടുത്ത് പറഞ്ഞു. അതുകൂടാതെ ഗബ്രി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതെല്ലാം എൻ്റെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്ത കുറേ കാര്യങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടാണ് വരുന്നത്. അതായത് ഞാനിപ്പോൾ കാണിച്ച കാര്യങ്ങളെല്ലാം, അതിനുള്ളിൽ ഞാൻ കാണിച്ച കാര്യങ്ങളെല്ലാം വെറും ഗെയിം മാത്രമായിരുന്നു എന്നെടുത്ത് ഗബ്രി പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ആ ഗെയിമിൻ്റെ കാര്യമായിട്ടുള്ള എല്ലാവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ വെച്ചിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ എനിക്കുണ്ടായ സൗഹൃദങ്ങൾ, എനിക്കുണ്ടായ എല്ലാ ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ അതിനുള്ളിൽ ഉണ്ടായതുപോലെ എന്താ പറയുക, അത് ആ ഗെയിമിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടായതാണ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഗബ്രി സംസാരിച്ചിട്ടുള്ളത്. അതുകൂടാതെ ജാസ്മിൻ ഇങ്ങനെ കാത്തിരുന്നു എന്ന് തന്നെ പറയാം. നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കിക്കിടുന്ന സമയത്ത് ഗബ്രി പറയുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. ജാസ്മിൻ ഇങ്ങനെ കരയുന്ന മുഖമായിട്ട് ഇങ്ങനെ നിന്നിട്ട് ഭയങ്കര ഡ്രാമയൊക്കെ കാണിച്ചിട്ട് എൻ്റെ പേര് പറ, എൻ്റെ പേര് പറ, സത്യം പറഞ്ഞാൽ പേര് പറഞ്ഞില്ല. അപ്പോൾ ഒരു മുഖഭാവമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ തന്നെ റസ്മിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, അതെന്താ എൻ്റെ പേര് പറയാഞ്ഞേ, അതെന്താ എൻ്റെ പേര് പറയാഞ്ഞേ എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൂടാതെ അവിടെ നമ്മുടെ ഇവർ ഗബ്രീനെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു റൂമിൽ പോയ സമയത്ത് അവിടുന്ന് കാട്ടിക്കൂട്ടിയ കുറേ ഡ്രാമാസ് ഉണ്ടല്ലോ. അതിൽ ഞാൻ കണ്ടൊരു കാര്യമാണ്, അപ്പം ഞാനിങ്ങനെ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് അതിലൊരു ഫോട്ടോയിൽ, അല്ലെങ്കിൽ ഫോട്ടോയിൽ നിന്നല്ല, നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ജാസ്മിൻ ഈ ഗബ്രി ഔട്ടായി എന്ന് പറയുന്ന സമയത്ത് ചിരിക്കുന്നതായിട്ട് കണ്ട്. അത് എനിക്ക് കണ്ടതിൻ്റെ മിസ്റ്റേക്കാണെന്നറിയില്ല, എന്തായാലും ജാസ്മിൻ ഉണ്ട് ചിരിക്കുവാണ് ചെയ്യുന്നത്. ഗബ്രിയാണ് പേര് ഔട്ടായി എന്ന് കാണുമ്പം, അതായത് ചിരിയും, പക്ഷേ അത് നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ളൊരു എക്സ്പ്രഷനാണ് ജാസ്മിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ജാസ്മിന് അത്ര വലിയ സങ്കടവും കാര്യങ്ങളൊന്നും ഇല്ല, അത് കാണുന്ന ഏത് പൊട്ടന്മാർക്കും മനസ്സിലാവും. ഞാൻ പറഞ്ഞാൽ ജാസ്മിൻ ആ സമയത്തും ആലോചിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യം, ഇനി ഞാൻ ആരുടെ കൂടെ ഗെയിം കളിക്കും, ഗബ്രിക്കോരെ ഞാൻ ആരെ കണ്ടെത്തും, ഇതായിരിക്കും അവിടുന്ന് ജാസ്മിൻ ആലോചിച്ചിട്ടുണ്ടാവുക, അല്ലാതെ വേറൊന്നുമല്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ട് നമുക്ക് കാണാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.